നമുക്ക് ഒരിക്കൽ കൂടി സംഭാലിലേക്ക് ഒന്ന് പോകണം. അവിടെ രാഹുലിനെയും പ്രിയങ്കയും പോലീസ് തടഞ്ഞു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഒരു ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘർഷത്തിന്റെ ചില ഘട്ടങ്ങൾ കൂടിയുണ്ട് അവിടെ. ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. സംഭാലിൽ രാഹുലിനെയും സംഘത്തെയും പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രാഹുലിനൊപ്പം 5 MP-മാർ കൂടി സംഭാലിലേക്ക് പുറപ്പെട്ടിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെയും സാന്നിധ്യമുണ്ട്. അതായപ്പോൾ ഇവരെ സംഭാൽ അതിർത്തിയിൽ വെച്ച് UP അതിർത്തിയിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ്. നേരത്തെ തന്നെ സംഭാൽ ജില്ലാ മജിസ്ട്രേറ്റ് സമീപ ജില്ലകളിലെ പോലീസിനും മറ്റും നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ തടയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. പോലീസ് ഒരു കാരണവശാലും കടത്തിവിടില്ല. പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം അവിടെയുണ്ട്. അതിനുശേഷം രാഹുൽ സമാധാനപൂർവ്വമായി അല്പസമയത്തിന് ശേഷം തിരിച്ചു മടങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. സംഭാലിലേക്കുള്ള രാഹുലിന്റെ യാത്ര ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. രാകേഷ്, എന്താണ് സംഭവിക്കുന്നത് അതിർത്തിയിൽ? രഞ്ജിത്ത്, ഇപ്പോൾ ഏതായാലും തടഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ്. 10:15 AICC ആസ്ഥാനത്ത് നിന്ന് നേതാക്കൾ സംഭലിലേക്ക് തിരിച്ചത്. ഏതാണ്ട് 10:45 അതിർത്തിയിൽ ഗാസിപൂർ അതിർത്തിയിൽ എത്തുകയും ചെയ്തു. പക്ഷേ അവിടെ ഏതായാലും UP പോലീസ് രാഹുലിനെയും ഒപ്പം തന്നെ ഈ സംഘത്തെയും തടഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് കടത്തിവിടാൻ കഴിയില്ല എന്ന നിലപാടാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ വാഹനം നിർത്തിയിരിക്കുകയാണ് നേതാക്കൾ. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ KC വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ തന്നെ ഉണ്ട്. അവിടെ വലിയ ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഗതാഗത തടസ്സം തന്നെ പോലീസ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആയിരക്കണക്കിന് പ്രവർത്തകരും അവിടെ സംഘടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകരും അവിടെ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഘർഷ സമാനമായ സാഹചര്യം അവിടെ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പോലീസ് കടത്തിവിടാൻ സാധ്യതയില്ല. രാഹുൽ ഗാന്ധി ഇനി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ, പ്രവർത്തകരോട് എന്തെങ്കിലും തരത്തിലുള്ള ആഹ്വാനം അദ്ദേഹം നടത്തുമോ എന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഏതായാലും ഇപ്പോൾ വാഹനം അവിടെ നിർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നിലവിലുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് പോലും ഈ സന്ദർശനത്തിന് അനുമതി നൽകാത്ത കാര്യം അടക്കമുള്ള വിഷയങ്ങൾ രാഹുൽ ചോദ്യം ചെയ്തേക്കാം. പ്രത്യേകിച്ച് സർക്കാരിനെ മറയ്ക്കാൻ ഈ വിഷയത്തിൽ എന്തോ ഉണ്ടെന്ന പ്രതികരണവും രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ സമാനമായ സാഹചര്യം ഗാസിപൂർ അതിർത്തിയിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നേതാക്കൾ അവിടെ വാഹനത്തിൽ തന്നെ തുടരുകയാണ്. രഞ്ജിത്ത്, നേതാക്കൾ വാഹനത്തിൽ തുടരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും വാഹനത്തിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും രാഹുലിനെ തടയും എന്ന് നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു. സംഭാലിലേക്ക് വരരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രവർത്തകരെ നേരത്തെ രാവിലെ മുതൽ തടയുന്നുണ്ട്. പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട് അവിടെ. പക്ഷേ അപ്പോഴും രാഹുൽ അങ്ങോട്ടേക്ക് എത്തുകയും തുടർന്ന് പോലീസ് തടയുകയും മറ്റും ചെയ്യുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭാൽ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇടപെടൽ സജീവമാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വരുമ്പോൾ സ്വാഭാവികമായും അത് SP അടക്കമുള്ള ഘടകകക്ഷികളെ കൂടി ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഒന്നായി കാണണം. അത് വലിയ ജനക്കൂട്ടമുണ്ട്. നേരത്തെ പറഞ്ഞു, ഡൽഹി കർഷക സമരത്തിന് ഇപ്പോൾ വേദിയായിരിക്കുന്ന സ്ഥലം കൂടിയാണ്. ഈ സംഘർഷം കൂടി വരുമ്പോൾ ഡൽഹിയിലെ കാര്യങ്ങൾ പൊതുവെ അത്ര സുഖകരമല്ല എന്ന് വേണം വിലയിരുത്താൻ. രഞ്ജിത്ത്, കാരണം ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഈ സന്ദർശനം പ്രഖ്യാപിച്ചിരുന്നതാണ്. പൊടുന്നനെയുള്ള സന്ദർശനമായിരുന്നില്ല. നേരത്തെ കൂട്ടി കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ അതിന് അനുമതി നൽകേണ്ടതില്ല എന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടത്തിലുള്ളത്. കാരണം ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച നിർദ്ദേശം മറ്റ് ജില്ലകളിലെ പോലീസിന് നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഗൗതം ബുദ്ധ് നഗർ ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് ഗൗതം ബുദ്ധ് നഗർ. ഒപ്പം തന്നെ ബുലന്ദ്ഷഹർ ജില്ലാ പോലീസ് മേധാവിക്കടക്കം സമാനമായ നിർദ്ദേശം നൽകിയിരുന്നു. കാരണം നിലവിൽ മറ്റു ജില്ലകളിൽ നിന്ന് നേതാക്കൾ എത്തുന്നതിന് അവിടെ വിലക്കുണ്ട്. അതിനവർ കാരണമായി ചൂണ്ടിക്കാണിച്ചത് സംഭലിൽ 24-ാം തീയതിയാണ് ഇത്തരത്തിൽ
സംഘർഷമുണ്ടാകുന്നത്. 5 പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷം സംഘർഷത്തിന് ഇപ്പോൾ അയവുണ്ട്. പക്ഷേ പൂർണ്ണമായി സംഘർഷം അയഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതേയുള്ളൂ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ നേതാക്കൾ, പുറമെ നിന്നുള്ള നേതാക്കൾ എത്തുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനത്തിന് കാരണമായേക്കാം. അത് ഒഴിവാക്കാൻ നേതാക്കൾ ഇത്തരത്തിൽ സന്ദർശനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നൊരു നിർദ്ദേശമാണ് സംബൽ ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ നേതാക്കളെ, വരുന്ന നേതാക്കളെയൊക്കെ തന്നെ അതിർത്തിയിൽ തടയണം എന്നൊരു നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കനത്ത പോലീസ് സന്നാഹം ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വലിയ നീണ്ട നിര, വാഹനങ്ങളുടെ വലിയ നീണ്ട നിര ഗാസിപൂർ അതിർത്തിയിൽ കാണാം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ബാരിക്കേഡുകൾ റോഡിൽ തീർത്തുകൊണ്ട് ആണ് പോലീസ് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ സംഘടിക്കുകയും ചെയ്തിട്ടുണ്ട്. യുപിയിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത്തരത്തിൽ ഗാസിപൂർ അതിർത്തിയിൽ പ്രവർത്തകർ ഒന്നിക്കണം, സംഘടിക്കണം എന്ന ആഹ്വാനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകർ അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക്, വലിയ വാഹനങ്ങളുടെ നീണ്ട നിരയൊക്കെ തന്നെ ഗാസിപൂർ അതിർത്തിയിൽ കാണാം. ഏതായാലും ഇനി നേതാക്കൾ എന്താണ് അടുത്ത നീക്കമെന്നുള്ളതാണ് ചോദ്യം. സാധാരണഗതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, പോലീസ് അതിന് അനുമതി നൽകാൻ കഴിയില്ല. ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയുമായി നേരിൽ കണ്ട് നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചേക്കും. അതിനുശേഷം രാഹുൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനും സാധ്യതയുണ്ട്. ഏതായാലും നിലവിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ വാഹനത്തിൽ തന്നെ തുടരുകയാണ്. ഗാസിപൂർ അതിർത്തിയിലാണ് ഇപ്പോൾ ഏതായാലും നേതാക്കളുള്ളത്. രഞ്ജിത്ത്.